ഓം നമോ വെങ്കടേശായ. ഗോവിന്ദചരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചു നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ഞാൻ വീണ്ടും വീഡിയോയുമായിട്ട് എത്തുന്നത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. വീഡിയോ ചെയ്യാതിരുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. ഞാൻ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എക്സാം ഭഗവാന്റെ കടാക്ഷം കൊണ്ട് വളരെ ഭംഗിയായി പാസ്സാവാൻ സാധിച്ചു. ഇന്നത്തെ വീഡിയോ ഈ ഒരു കമന്റിനെ ബേസ് ചെയ്തിട്ടാണ്. സഹസ്രദീപാലങ്കാര സേവയും ഭഗവാന്റെ ദർശനവും. എങ്ങനെയാണ് സഹസ്രദീപാലങ്കാര സേവയ്ക്ക് ബുക്ക് ചെയ്യേണ്ടത്? അതിലൂടെ 45 മിനിറ്റിനുള്ളിൽ ഭഗവാന്റെ ദർശനം നമ്മൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് സാധ്യമാകുന്നത്? സഹസ്രദീപാലങ്കാര സേവ ഓൺലൈൻ ആയിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത്. എല്ലാ മാസവും 22-ാം തീയതിക്ക് ശേഷമാണ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക. 500 രൂപയാണ് ബുക്കിങ്ങിന്റെ ചാർജ് ആയിട്ട് വരുന്നത്. മലയപ്പ സ്വാമിക്ക് നടക്കുന്ന 4 സേവകളിൽ അവസാനത്തെ സേവയായ സഹസ്രദീപാലങ്കാര സേവയെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യം നമുക്ക് മലയപ്പ സ്വാമി ആരാണെന്ന് കേൾക്കാം. തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ ഉത്സവമൂർത്തിയാണ് മലയപ്പ സ്വാമി. മതപരമായ എല്ലാ ചടങ്ങുകളിലും ഘോഷയാത്രകളിലും മലയപ്പ സ്വാമിയെയാണ് ആരാധിക്കുന്നത്. മലയപ്പ സ്വാമിയുടെ പത്നിമാരായ ശ്രീദേവി ഇടതുഭാഗത്തും ഭൂദേവി വലതുഭാഗത്തും എന്നിവരോട് ചേർന്നാണ് ഭഗവാൻ ആദിശേഷന്റെ കൂടെയാണ് ഈ സേവയ്ക്കായിട്ട് എത്തുന്നത്. മലയപ്പ സ്വാമി സ്വയംഭുവാണ്. AD 1339 ഇത് കണ്ടെത്തിയത്. പ്രാരംഭ രേഖകളിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം മലയക്കുനിയനിன்ற പെരുമാൾ എന്നാണ് പറയപ്പെടുന്നത്. മലയപ്പ സ്വാമിയെ ഉത്സവമൂർത്തിയായി ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യമാരായിട്ടുള്ള വിവാഹവും വിവാഹാനന്തര ചടങ്ങുകളും എല്ലാ ദിവസവും അവിടെ നടക്കുന്നുണ്ട്. ശ്രീദേവി ഭൂദേവിയോട് കൂടി ശ്രീവാരി കല്യാണോത്സവം നടത്തപ്പെടുന്നു. വൈകുന്നേരം സഹസ്രദീപാലങ്കാര സേവയുടെ ഭാഗമായി ഭഗവാനെയും ഭാര്യമാരെയും ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ വേദസ്തുതികളാലും അന്നമയ കീർത്തനങ്ങളാലും സൽക്കരിക്കുന്നു. പിന്നീട് രാത്രി പൂജയ്ക്കായിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് സൗജന്യമാണ്. അവരുടെ ഏജ് പ്രൂഫ് കാണിക്കുന്നതിനായി ആധാർ കാർഡോ അവരുടെ സ്കൂൾ IDയോ നിങ്ങൾക്ക് കയ്യിൽ കരുതാവുന്നതാണ്. ഈ സേവ എല്ലാ ദിവസവും വൈകുന്നേരം 5 മുതൽ 6 വരെയാണ് നടക്കാറ്. ഈ സേവ എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കാം. കോവിൽ ഗോപുരത്തിന്റെ മുന്നിലുള്ള സഹസ്രദീപാലങ്കാര മണ്ഡപത്തിലാണ് ഇത് നടക്കുന്നത്. നമ്മൾ കോവിൽ ഗോപുരത്തിനെ ഫേസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഇടതുവശത്തായി സഹസ്രദീപാലങ്കാര മണ്ഡപം, ഒരു ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു റൂം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുള്ളിൽ ഒരുപാട് ദീപങ്ങൾ കാണാം. ഇവിടെയാണ് സഹസ്രദീപാലങ്കാര സേവ നടക്കുന്നത്. നമ്മൾ ഗോപുരത്തിന് ആ മണ്ഡപത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ടാണ് സേവ കാണുന്നത്. സേവ കാണുവാനായി റിപ്പോർട്ട് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് 4 മുതൽ 4:30 വരെയാണ്. സോ 4:30-ക്കുള്ളിൽ തന്നെ നിങ്ങൾ എന്തായാലും റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. സേവ കാണുവാനായി മണ്ഡപത്തിന്റെ 2 സൈഡിലും താഴെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ സേവ കാണുന്നത്. നടുവിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. മുന്നിൽ നാദസ്വരം വായിക്കുന്നവരുണ്ടാകും. അവർക്ക് മുന്നിൽ 6 ആചാര്യന്മാരുണ്ടാകും. 3 പേർ ഒരു സൈഡിലും 3 പേർ മറ്റേ സൈഡിലും ഇരുന്ന് വേദമന്ത്രങ്ങൾ ചൊല്ലുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. മണ്ഡപത്തിന്റെ മറ്റൊരു സൈഡിൽ സംഗീത കച്ചേരി ചെയ്യുന്നവർ ഇരിക്കുന്നുണ്ടാകും. ഇവരാണ് അന്നമയ കീർത്തനങ്ങൾ ആലപിക്കുന്നത്. ടിക്കറ്റ് വാങ്ങിയിട്ടുള്ളവർ ഈ സേവ മുൻവരികളിൽ ഇരുന്ന് കാണുന്നു. ടിക്കറ്റ് ഇല്ലാത്തവർക്ക് പിന്നിൽ നിന്നുകൊണ്ടും ഈ സേവ കാണാവുന്നതാണ്. സേവയ്ക്കായി കറക്റ്റ് 4:50 തന്നെ ആനയും പട്ടുകുടകളും മേളങ്ങളും താളവും വാദ്യഘോഷങ്ങളുമായി ശ്രീദേവി ഭൂദേവി സമേതനായ മലയപ്പ സ്വാമി വൈഭോത്സവ മണ്ഡപത്തിൽ നിന്ന് പുറപ്പെട്ട് ഇവിടേക്ക് എത്തുന്നു. ഇവിടെ എത്തിയ ഉടനെ അവരെ ആ തങ്ക പല്ലക്കിൽ ഊഞ്ഞാലിൽ ഇരുത്തുന്നു. പല മാസങ്ങളിൽ നമുക്ക് പല രൂപത്തിൽ ഇവരെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നു. രാമലക്ഷ്മണന്മാരായിട്ടും കൃഷ്ണ രുക്മിണി സമേതനായിട്ടും നമ്മൾക്ക് ഭഗവാൻ ദർശനം നൽകുന്നുണ്ട്. 1008 വിളക്കുകൾ കത്തിക്കൊണ്ടിരിക്കുന്നതിനാലാണ് ഇതിനെ സഹസ്രദീപാലങ്കാര മണ്ഡപം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഈ സേവയ്ക്ക് സഹസ്രദീപാലങ്കാര സേവ എന്നും പേര് വരുന്നു. മലയപ്പ സ്വാമി ഊഞ്ഞാലിൽ ഇരുന്ന ഉടനെ 6 വേദ പണ്ഡിതന്മാരും മന്ത്രങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഊഞ്ഞാൽ മുന്നോട്ടും പിന്നോട്ടും അവർ ആട്ടുന്നു. 10 മിനിറ്റോളം ഇങ്ങനെ തുടർന്നു. മന്ത്രങ്ങൾ തീർന്ന ഉടനെ താഴെ ഇരിക്കുന്ന 2 പേർ അന്നമയ കീർത്തനം ആലപിക്കുന്നു. ഏകദേശം 15 മിനിറ്റ് നേരം. ഈ സമയം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഊഞ്ഞാലാട്ടുന്നത് ഇരുവശങ്ങളിലേക്കുമായിട്ടാണ്. പിന്നീട് വാദ്യമേളങ്ങൾ വായിക്കുന്നു. ആ സമയം വീണ്ടും ഊഞ്ഞാൽ മുന്നോട്ടും
പിന്നിലോട്ടുമാണ് ആട്ടുന്നത്. അതിനുശേഷം മലയപ്പ സ്വാമിക്ക് ദീപാരാധന കൊടുക്കുന്നു, കർപ്പൂര ആരതി കാണിക്കുന്നു. ഇതോടെ സേവ കംപ്ലീറ്റ് ആകുന്നു. ഇതിനുശേഷം മലയപ്പ സ്വാമി ആനവാദ്യ ഘോഷങ്ങളോടെ അമ്പലത്തിന് ചുറ്റും വലം വയ്ക്കുന്നു. 4 വീഥികളിലും ഘോഷയാത്രയായി ദർശനം നൽകുന്നു. അതിനുശേഷമാണ് വെങ്കടേശ്വര പെരുമാളിന്റെ മാല നൈവേദ്യം നടക്കുന്നത്. സഹസ്രദീപാലങ്കാര സേവ തീർന്ന ഉടനെ ഈ സേവാ ടിക്കറ്റ് ഉള്ളവർ സുബദം എൻട്രൻസിലേക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. സുബദം എൻട്രൻസിൽ നിങ്ങൾക്ക് പോയി നിങ്ങളുടെ കയ്യിലുള്ള ടിക്കറ്റ് കാണിക്കാവുന്നതാണ്. അവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്നു. ഉടനെ 45 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾക്ക് ഭഗവാന്റെ ദർശനം ലഭിക്കാവുന്നതാണ്. സുബദം എൻട്രൻസിൽ ഡ്രസ് കോഡ് വളരെ സ്ട്രിക്റ്റ് ആണ്. പുരുഷന്മാർക്ക് ഷർട്ട്, മുണ്ട്, കുർത്ത, പൈജാമ, ടീഷർട്ട്, മുണ്ട് ഇവയാണ് വേഷം. സ്ത്രീകൾക്കാണെങ്കിൽ ചുരിദാർ, സാരി, ചുരിദാർ ഉണ്ടെങ്കിൽ ഷോൾ, ദുപ്പട്ട നിർബന്ധമാണ്. സ്മാർട്ട് വാച്ച്, ലഗേജ് എന്നിവ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അതിനാൽ എൻട്രൻസിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ക്ലോക്ക് റൂം ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് കൊടുത്ത് റിസിപ്റ്റ് മേടിക്കാവുന്നതാണ്. ദർശനത്തിന് ശേഷം ഇവിടെ വന്ന് നിങ്ങളുടെ ലഗേജ്, മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച് ഇവയെല്ലാം കളക്ട് ചെയ്യേണ്ടതാണ്. ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനായി നിങ്ങൾ ഓൺലൈനായിട്ട് വേണം ബുക്ക് ചെയ്യേണ്ടത്. ആധാർ കാർഡ്, വോട്ടർ ID, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട്, ഈവൻ റേഷൻ കാർഡ് ഉപയോഗിച്ച് വരെ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സഹസ്രദീപാലങ്കാര സേവ എങ്ങനെ ബുക്ക് ചെയ്യാം, അതിലൂടെ ഭഗവാന്റെ ദർശനം 45 മിനിറ്റിനുള്ളിൽ, കൂടിയാൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.